നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ കൊക്കോ കൃഷി നശിപ്പിച്ചു. കൊരട്ടിയിൽ കണ്ടത് പുലി തന്നെ, സ്ഥിരീകരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയടക്കം 2 പേർ റിമാൻഡിൽ. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF പ്രവർത്തകർ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇനി ഊട്ടി KSRTC സ്വിഫ്റ്റ് ബസിൽ പുതുക്കാട് നിന്ന് കയറാം. ചാലക്കുടി പട്ടണത്തിൽ ലിങ്ക് റോഡുകൾ യാഥാർത്ഥ്യമാക്കിയാലേ സർവീസ് കാര്യക്ഷമമാക്കാൻ കഴിയൂ എന്ന് സ്വകാര്യ ബസ്സുടമ സംഘം. കുടുംബശ്രീ മിഷൻ ആഭ്യന്തര വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹിത പദ്ധതി ചാലക്കുടി DYSP ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. വിശദമായ വാർത്തയിലേക്ക്. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി രണ്ടാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ കൊക്കോ കൃഷി നശിപ്പിച്ചു. 2 ദിവസങ്ങളിലായി 125 കൊക്കോ മരങ്ങളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. വിളവെടുത്തു തുടങ്ങിയ മരങ്ങൾ നശിച്ചതോടെ കർഷകൻ ദുരിതത്തിലായി. കുണ്ടായിയിലെ വീട് പ്രളയത്തിൽ തകർന്നതോടെ വർഗീസ് കോടാലി മോനടിയിലാണ് താമസിക്കുന്നത്. പകൽ സമയത്ത് പറമ്പിൽ ഷെഡ് കെട്ടിയാണ് വർഗീസും കുടുംബവും കൃഷി പരിപാലിച്ചിരുന്നത്. ആനശല്യം രൂക്ഷമായതോടെ രാത്രികാലങ്ങളിൽ ഇവിടെ താമസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. രാവിലെ പറമ്പിലെത്തിയപ്പോഴാണ് ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചത് കണ്ടത്. പുഴയോട് ചേർന്നുള്ള പറമ്പിലേക്ക് പുഴ കടന്നാണ് ആനകൾ എത്തുന്നത്. പറമ്പിലെ ഭൂരിഭാഗവും കൊക്കോ മരങ്ങളും നശിച്ചതോടെ ആയിരക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് നേരിട്ടത്. കൃഷിയിലൂടെ ഉപജീവനം നടത്തുന്ന വർഗീസ് ഇനി എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ്. ജനവാസ മേഖലയിൽ മാസങ്ങളായി തമ്പടിച്ചിരിക്കുന്ന ആനക്കൂട്ടം പ്രദേശത്ത് വ്യാപകമായി കാർഷിക വിളകൾ നശിപ്പിച്ചിട്ടും വനപാലകർ വേണ്ടത്ര നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. കാർഷിക വിളകൾ നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ വനം വകുപ്പ് ഇടപെടണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ദിവസങ്ങൾക്ക് മുൻപ് ചിറങ്ങര മംഗലശ്ശേരി പ്രദേശത്ത് കണ്ട അജ്ഞാത ജീവി പുലി തന്നെയാണ് എന്ന് കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. പുലിയെ അടിയന്തരമായി കെണിയിൽപ്പെടുത്തി പിടിക്കുവാൻ 4 ക്യാമറകളും കൂടും സ്ഥാപിക്കാൻ യോഗം തീരുമാനിച്ചു. കൊരട്ടി പഞ്ചായത്ത് അടിയന്തരമായി വിളിച്ചു ചേർത്ത യോഗത്തിൽ ജനപ്രതിനിധികൾക്ക് പുറമെ വനം വകുപ്പ്, പോലീസ്, റവന്യൂ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു അധ്യക്ഷത വഹിച്ചു. ചിറങ്ങര, മംഗലശ്ശേരി, ചെറ്റാരിക്കൽ, കൊരട്ടി മേഖലകളിലെ ആരാധനാലയങ്ങളിൽ വെളുപ്പിനും രാത്രിയും നടക്കുന്ന പ്രാർത്ഥനകൾ പകൽ നേരത്തേക്ക് മാറ്റാൻ ബന്ധപ്പെട്ട അധികൃതർക്ക് നിർദ്ദേശം നൽകാനും പുലിയെ സംബന്ധിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് പോലീസ് ആക്ട് പ്രകാരവും IT ആക്ട് അനുസരിച്ചും കേസെടുക്കാനും യോഗം തീരുമാനിച്ചു. ബന്ധപ്പെട്ട പ്രദേശങ്ങളിൽ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ ലിസ്റ്റ് എടുക്കുവാനും സ്വകാര്യ ഭൂമിയിലെ അടിക്കാടുകൾ വെട്ടുവാൻ അടിയന്തരമായി നോട്ടീസ് നൽകാനും യോഗത്തിൽ തീരുമാനമായി. പൊതു ഇടങ്ങളിലെ കാടുകൾ പഞ്ചായത്ത് നേരിട്ട് നീക്കം ചെയ്യാനും യോഗം തീരുമാനിച്ചു. ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ല എന്നും ഏത് അടിയന്തര സാഹചര്യം നേരിടാൻ RRT അംഗങ്ങൾ പ്രസ്തുത സ്ഥലം മുഴുവൻ സമയം നിരീക്ഷിക്കുന്നുണ്ട് എന്നും അതിരപ്പള്ളി ഫോറസ്റ്റ് റേഞ്ചർ ജിഷ്മ ജനാർദ്ദനൻ യോഗത്തിൽ അറിയിച്ചു. യോഗത്തിൽ കൊരട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് KR സുമേഷ്, കൊരട്ടി സബ് ഇൻസ്പെക്ടർ CP ഷിബു, വനം വകുപ്പ് ഉദ്യോഗസ്ഥരായ ആൽബിൻ ആന്റണി, KP അസീസ്, വില്ലേജ് ഓഫീസർ ഇൻചാർജ് സജീവ് P, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത KA, പഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് പയ്യപ്പിള്ളി, PS സുമേഷ്, ഗ്രേസി സക്കറിയ എന്നിവർ പ്രസംഗിച്ചു. കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയടക്കം 2 പേർ റിമാൻഡിൽ. ഇരിങ്ങാലക്കുട കോലോത്തുംപടിയിൽ വെച്ച് വേളൂക്കര സ്വദേശിയായ തെക്കേടത്ത് വീട്ടിൽ ഹരിദാസൻ എന്നയാളെ കമ്പിവടി കൊണ്ട് ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ ഈസ്റ്റ് കോമ്പാറ സ്വദേശിയായ കുഴിക്കണ്ടത്തിൽ ഷെരീഫ്, ചാലാമ്പാടം സ്വദേശിയായ വെളക്കനാടൻ സോണി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു.
ഹരിദാസ് സോണിയെ അസഭ്യം പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് ആക്രമണം. കോലോത്തുംപടിയിൽ വെച്ച് സോണി ഹരിദാസിന്റെ രണ്ട് കൈയും പുറകിലേക്ക് ഒതുക്കിപ്പിടിച്ച് വലത് കൈകൊണ്ട് നെഞ്ചിലും അടിവയറ്റിലും അടിക്കുകയും ഇടിക്കുകയും ഇരുമ്പുപടി കൊണ്ട് അടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ഷെരീഫ് ഹരിദാസിനെ നെറ്റിയിലും മുഖത്തും ഇടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന് ശേഷം ഇവർ ഒളിവിൽ പോയി. അന്വേഷണത്തിനിടയിൽ സോണിയെ ഇരിങ്ങാലക്കുട മഠത്തിക്കര ലൈനിൽ നിന്നും ഷെരീഫിനെ കാട്ടൂർ കിഴുത്താണിയിൽ നിന്നുമാണ് ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരിങ്ങാലക്കുട ഇൻസ്പെക്ടർ ഷാജൻ എം.എസ്, സബ് ഇൻസ്പെക്ടർ ആൽബി തോമസ് വർക്കി, ASI ഉമേഷ് KV, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ രഞ്ജിത്ത് M.R, ദേവേഷ്, രാഹുൽ, സിവിൽ പോലീസ് ഓഫീസർ മുരളീകൃഷ്ണ എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF പ്രവർത്തകർ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. LDF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം CPM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ് ഉദ്ഘാടനം ചെയ്തു. CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, TA രാമകൃഷ്ണൻ, ജോർജ് താഴേക്കാടൻ, രാഘവൻ മുളങ്ങാടൻ, അഡ്വക്കേറ്റ് ഷാജൻ മഞ്ഞളി എന്നിവർ സംസാരിച്ചു. കേരളത്തിലെ 3.5 കോടി മലയാളികളുടെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിന് പരിഹാരം കാണണം. കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ കേരളത്തിന്റെ അവകാശമാണ് നമ്മൾ ചോദിക്കുന്നത്. ആ അവകാശം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ MP വരേക്കുന്ന ഭരണാധികാരികൾക്കും ഗവൺമെന്റിനും എതിരാളികളെ ഇപ്പോൾ ഏറ്റവും വലിയ പണം കേന്ദ്ര ഗവൺമെന്റിന്റെ രൂപ 6352 കോടി രൂപ അനുവദിക്കുന്ന 529 കോടി രൂപ ബഡ്ജറ്റ്. അവിടെയും കേരളത്തെ അവഗണിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചത്. വളരെ ഫലപ്രദമായി തന്നെ നമ്മൾ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതെല്ലാം ചൂണ്ടിക്കാട്ടി ശക്തമായ സമരങ്ങളും ബഹുജനങ്ങളെ അണിനിൽക്കുന്ന സമീപനങ്ങളാണ് ഇവിടെ. നിഷേധാത്മകമായിട്ടുള്ള നിലപാടാണ് കേരളത്തോട് സ്വീകരിച്ചത്. ഒരു വിഷയമല്ല, കാലങ്ങളായി ഉള്ള നിലപാടുകൾ സ്വീകരിച്ചു എന്നൊന്നും പറയാൻ കഴിയില്ല. അത് കോൺഗ്രസ് ഗവൺമെന്റുകളുടെ കാലത്തും. ഇനി ഊട്ടി KSRTC സ്വിഫ്റ്റ് ബസ്സിൽ പുതുക്കാട് നിന്ന് കയറാം. മേഖലയിലെ സഞ്ചാരികൾക്ക് ഒരു സന്തോഷ വാർത്ത. തിരുവനന്തപുരം ഊട്ടി സ്വിഫ്റ്റ് ഡീലക്സ് സർവീസിന് പുതുക്കാട് ബോർഡിംഗ് പോയിന്റ് അനുവദിച്ചു. പുതുക്കാട് MLA KK രാമചന്ദ്രൻ ഗതാഗത വകുപ്പ് മന്ത്രിക്കും KSRTC MDയുമായും നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. എല്ലാ ദിവസവും രാത്രി 12:46 ഊട്ടി ബസ് പുതുക്കാടെത്തും. രാവിലെ 5:21 ബസ് ഊട്ടിയിലെത്തും. ഷൊർണൂർ, പെരിന്തൽമണ്ണ, നിലമ്പൂർ, നാടുകാണി, ഗൂഡല്ലൂർ വഴിയാണ് സർവീസ് നടത്തുന്നത്. തിരിച്ച് രാത്രി 7 മണിക്ക് ഊട്ടിയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി 12 മണിക്ക് പുതുക്കാടെത്തും. 361 രൂപയാണ് പുതുക്കാട് ഊട്ടി ടിക്കറ്റ് നിരക്ക്. ഒരു ദിവസം തങ്ങാതെ തന്നെ ഊട്ടിയിലെ മനോഹാരിത ആസ്വദിച്ച് തിരിച്ചു വരാൻ ഈ സർവീസ് ഉപകാരപ്പെടുമെന്ന് MLA പറഞ്ഞു. ചാലക്കുടി പട്ടണത്തിൽ ലിങ്ക് റോഡുകൾ യാഥാർത്ഥ്യമാക്കിയാലേ സർവീസ് കാര്യക്ഷമമാക്കാൻ കഴിയൂ എന്ന് സ്വകാര്യ ബസ്സുടമ സംഘം. പട്ടണത്തിൽ ദേശീയപാതയിൽ അടിപ്പാത വന്നപ്പോൾ പുതിയ ട്രാഫിക് പരിഷ്കാരം ആവിഷ്കരിച്ചിരുന്നു. എന്നാൽ ഒരു വർഷമായിട്ടും അത് പൂർണ്ണമായും നടപ്പാക്കിയിട്ടില്ല. വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരിട്ട് ആനമല റോഡിലേക്ക് ലിങ്ക് റോഡ് നിർമ്മിക്കാമെന്ന പരിഗണന കൗൺസിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഇത് യാഥാർത്ഥ്യമാക്കണമെന്ന് ബസ്സുടമ സംഘം പ്രസിഡന്റ് ജോൺസൺ പയ്യപ്പിള്ളി പറഞ്ഞു. ഇതല്ലെങ്കിൽ വടക്കേ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ എത്തുന്നതിനും പോകുന്നതിനും ബുദ്ധിമുട്ടാകും. റോഡ് സൗകര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ടാണ് അധികാരികൾ നിർബന്ധിച്ചിട്ടും ബസ്സുകൾ എത്താത്തത്. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ട്രാംവേ റോഡിലേക്ക് എളുപ്പം എത്തുന്നതിന് നിർദ്ദേശിച്ച ലിങ്ക് റോഡും പണിതിട്ടില്ല. ഈ റോഡ് യാഥാർത്ഥ്യമായാൽ മാള ഭാഗത്തു നിന്ന് വരുന്ന ബസ്സുകൾക്ക് എളുപ്പം പട്ടണത്തിലെത്താം. ട്രാംവേ റോഡിലേക്കുള്ള ലിങ്ക് റോഡ് വന്നാൽ റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് എളുപ്പം ട്രാംവേ റോഡിലെത്തി അടിപ്പാത വഴി മാള ഭാഗത്തേക്ക് പോകാമെന്നും ഇക്കാര്യങ്ങൾ മുനിസിപ്പൽ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും ബസ്സുടമകൾ പറഞ്ഞു. കുടുംബശ്രീ മിഷൻ ആഭ്യന്തര വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹിത പദ്ധതി ചാലക്കുടി DYSP ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടാനും ആവശ്യമായ ഘട്ടങ്ങളിൽ അവർക്ക് മാനസികമായ പിന്തുണ നൽകുന്നതിനുമായാണ് DYSP ഓഫീസുകളിൽ
സ്നേഹിത പദ്ധതി നടപ്പിലാക്കുന്നത്. ഡിവൈഎസ്പി ഓഫീസിൽ പ്രത്യേകമായി ഒരുക്കിയ കേന്ദ്രത്തിലാണ് എക്സ്റ്റൻഷൻ സെന്റർ പ്രവർത്തനമാരംഭിച്ചത്. കൗൺസിലറുടെ സേവനം ഇവിടെയുണ്ടാകും. സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ നിർവഹിച്ചു. ഡിവൈഎസ്പി കെ സുമേഷ് അധ്യക്ഷനായി. സർക്കിൾ ഇൻസ്പെക്ടർ സജീവ് കെ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് ഓഫീസർ രാധാകൃഷ്ണൻ, കൗൺസിലർമാരായ പ്രീതി ബാബു, ആനി പോൾ, ആലിസ് ഷിബു, ബെറ്റി വർഗീസ്, CDS ചെയർപേഴ്സൺ സുബി ഷാജി, ജോമോൾ ബാബു എന്നിവർ പ്രസംഗിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 10 രൂപ കുറഞ്ഞു. ഗ്രാമിന് 8210 രൂപ, പവന് 65,680 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലപ്പിള്ളി കുണ്ടായിയിൽ തുടർച്ചയായി 2ാം ദിവസവും കാട്ടാനക്കൂട്ടം ഇറങ്ങി കണ്ണമ്പുഴ വർഗീസിന്റെ പറമ്പിലെ കൊക്കോ കൃഷി നശിപ്പിച്ചു. കൊരട്ടിയിൽ കണ്ടത് പുലി തന്നെ, സ്ഥിരീകരിച്ച് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. കമ്പിവടി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സ്റ്റേഷൻ റൌഡിയടക്കം 2 പേർ റിമാൻഡിൽ. കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തോടുള്ള അവഗണനയ്ക്കെതിരെ LDF പ്രവർത്തകർ പുതുക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ഇനി ഊട്ടി KSRTC സ്വിഫ്റ്റ് ബസിൽ പുതുക്കാട് നിന്ന് കയറാം. ചാലക്കുടി പട്ടണത്തിൽ ലിങ്ക് റോഡുകൾ യാഥാർത്ഥ്യമാക്കിയാലേ സർവീസ് കാര്യക്ഷമമാക്കാൻ കഴിയൂ എന്ന് സ്വകാര്യ ബസ്സുടമ സംഘം. കുടുംബശ്രീ മിഷൻ ആഭ്യന്തര വകുപ്പുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹിത പദ്ധതി ചാലക്കുടി ഡിവൈഎസ്പി ഓഫീസിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.